ദുരന്തമുഖത്തും മുഖ്യമന്ത്രി രാഷ്ട്രീയം കളിക്കുന്നുവെന്ന് കെ യു ജനീഷ് കുമാർ എം.എൽ.എ. മുഖ്യമന്ത്രി ഒരു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിനെ പോലെ തരം താഴ്ന്നത് ശരിയല്ല. ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായ കോന്നി സന്ദർശിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല. അവലോകന യോഗത്തെപ്പറ്റി തനിക്ക് അറിയിപ്പില്ല. കോന്നി സന്ദർശിക്കാതിരുന്നത് ജനങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമാണ്. വെള്ളപ്പൊക്കത്തിന് ഉത്തരവാദി UDF സർക്കാരാണ് എന്നും കെ യു ജനീഷ് കുമാർ. ഒരുപാട് മാധ്യമ വിമർശനങ്ങൾക്കും ഒക്കെ ശേഷം ഇന്നലെ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പത്തനംതിട്ട ജില്ലയിലെത്തി. അദ്ദേഹം ജില്ലയിലെ 4 MLA-മാരുടെ അഭിപ്രായങ്ങളും കേട്ടു. അവരെ വിളിച്ച് യോഗങ്ങൾ ചേർന്നു. റാന്നിയിലും അദ്ദേഹം സന്ദർശിച്ചു, ആറന്മുളയിലും അദ്ദേഹം സന്ദർശിച്ചു, തിരുവല്ലയിലും അദ്ദേഹം സന്ദർശിച്ചു. ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങളുണ്ടായ കോന്നി സന്ദർശിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. അതുമാത്രമല്ല, ഇന്നലെ ജില്ലാതലത്തിലുള്ള ഉദ്യോഗസ്ഥർ പങ്കെടുത്തുകൊണ്ട് യോഗം ചേർന്നു. അടൂർ MLA വരെ ആ യോഗത്തിൽ പങ്കെടുപ്പിച്ചു. എനിക്ക് ഒരു വിധത്തിലുള്ള അറിയിപ്പും അത് സംബന്ധിച്ച് നൽകിയില്ല. ഞാൻ അന്വേഷിച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ കോന്നി MLA അറിയിക്കേണ്ടതില്ല എന്ന് നിർദ്ദേശിച്ചു എന്നാണ്. ദുരന്തമുഖത്തും ഇത്തരം രാഷ്ട്രീയ നാടകങ്ങൾ കളിക്കുന്ന മുഖ്യമന്ത്രിയുടെ ശ്രമം അങ്ങേയറ്റം ഹീനമാണ്. ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിനെ പോലെ തരം താഴുന്നത് ശരിയല്ല. കോന്നിയിലെ ജനങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമായി പോയി മുഖ്യമന്ത്രി ഇന്നലെ ചെയ്തത്. വിളിച്ചത് ഉദ്യോഗസ്ഥരുടെ യോഗമെന്നും MLA-മാരെ ക്ഷണിച്ചിരുന്നില്ല എന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. പ്രവീൺ പുരുഷോത്തമൻ വിവരങ്ങളുമായി ചേരുകയാണ്. പ്രവീൺ, കോന്നി MLA-യുടെ ഭാഗത്തുനിന്ന് അതിരൂക്ഷമായ വിമർശനമാണ് ഉണ്ടാകുന്നത്. കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റിനെ പോലെയാണ് മുഖ്യമന്ത്രി പെരുമാറിയത് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം. മുഖ്യമന്ത്രിയോട് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർ ആ വിമർശനത്തെക്കുറിച്ച് ചോദിക്കുന്നു. MLA-മാരെ ക്ഷണിച്ചിരുന്നില്ല, കുറച്ചുപേരൊക്കെ വന്നു എന്നത് ശരിയാണ്. ഏകോപനത്തെ ബാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് ക്ഷണിക്കാതിരുന്നത്. ഉദ്യോഗസ്ഥരെ അടക്കം ഏറ്റവും താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥരെ ക്ഷണിക്കാതിരുന്നതും ഏകോപനത്തെ ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് എന്നതാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണം. മാധവ്, പത്തനംതിട്ട ജില്ലയിലെ ഏക LDF MLA-യാണ് കെ യു ജനീഷ് കുമാർ. ഇന്നലെ മുഖ്യമന്ത്രി VD സതീശൻ പത്തനംതിട്ട ജില്ലയിലെ പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചിരുന്നു. അദ്ദേഹം ആറന്മുളയിലും റാന്നിയിലും തിരുവല്ലയിലും സന്ദർശനം നടത്തി, ദുരിതാശ്വാസ ക്യാമ്പുകളിൽ സന്ദർശനം നടത്തി. പക്ഷേ അദ്ദേഹം കോന്നി നിയമസഭാ മണ്ഡലത്തിലേക്ക് പ്രളയബാധിതരെ കാണാൻ എത്തിയില്ല എന്നാണ് കോന്നി MLA കെ യു ജനീഷ് കുമാറിന്റെ ഒരു പ്രധാനപ്പെട്ട പരാതി എന്നുള്ളത്. അതിന് അദ്ദേഹം പറയുന്നത് അദ്ദേഹം അവലോകന യോഗത്തിലേക്ക് കെ യു ജനീഷ് കുമാർ MLA ക്ഷണിച്ചിരുന്നില്ല. അതിന് കാരണമായി അദ്ദേഹം പറയുന്നത് ഇതിനു മുമ്പ് നടന്ന ഒരു യോഗത്തിൽ മതിയായ ഉദ്യോഗസ്ഥന്മാർ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിനില്ല തുടങ്ങിയ വിമർശനങ്ങളൊക്കെ ഒരു യോഗത്തിൽ കെ യു ജനീഷ് കുമാർ MLA ഉന്നയിച്ചിരുന്നു. അത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതിനെ തുടർന്നാണ് പിന്നീട് മുഖ്യമന്ത്രി ജില്ലയിലേക്ക് വരികയും കോഴഞ്ചേരിയിൽ ഒരു അവലോകന യോഗം നടത്തുകയും ചെയ്തപ്പോൾ മനഃപൂർവ്വം കെ യു ജനീഷ് കുമാർ MLA ഒഴിവാക്കി എന്ന് പറയുന്നത്. പിന്നീട് തന്റെ മണ്ഡലത്തിൽ നടന്ന പ്രധാനപ്പെട്ട നാശനഷ്ടങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ആരും പെടുത്തിയില്ല. അത് എന്തുകൊണ്ട് മുഖ്യമന്ത്രി കാണാൻ വന്നില്ല? കോന്നിയിൽ കൂടെയാണല്ലോ മുഖ്യമന്ത്രി പത്തനംതിട്ട ജില്ലയിലേക്ക് വന്നത്. അവിടെ വാഹനം നിർത്തിയിട്ടെങ്കിലും ആളുകളെ ഒന്ന് കാണാമായിരുന്നില്ലേ എന്നും കെ യു ജനീഷ് കുമാർ MLA ചോദിക്കുന്നു. ഒരു ഓഫീസിലും മതിയായിട്ടുള്ള ഓഫീസർമാരില്ല. കൃഷി ഓഫീസിൽ കൃഷി ഓഫീസർമാരില്ല. ഡാം സേഫ്റ്റി മാനേജ്മെന്റ് കൈകാര്യം ചെയ്യുന്നതിൽ വിദഗ്ധർ ഇപ്പോൾ ഇല്ല. അതിന് അദ്ദേഹം നിരവധി ഉദാഹരണങ്ങൾ പറയുന്നു. പത്തനംതിട്ടയിൽ മൂഴിയാർ ഡാം ഉൾപ്പെടെ KSEBിയുടെ നിയന്ത്രണത്തിലുള്ള ഡാമുകളുണ്ട്. അതുകൂടാതെ സ്വകാര്യ വ്യക്തികൾ നടത്തുന്ന ഡാമുകളുണ്ട്. സ്വകാര്യ വ്യക്തികളുടെ ഡാമുകൾ സർക്കാർ അറിയാതെ പലപ്പോഴും വലിയ മഴ പെയ്യുമ്പോൾ അത് തുറക്കുന്നു. അതിന് സർക്കാരിന്റെ മേൽ ഒരു നിയന്ത്രണവുമില്ല. മൂഴിയാർ ഡാമിന്റെ ഷട്ടർ തുറന്നത് രാത്രി 12:30-നാണ്. പിന്നീട് അതിനുശേഷം കൃത്യമായിട്ടുള്ള ഒരു അറിയിപ്പ് നൽകിയില്ല. അപ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടായതിന് കാരണം ഈ ഡാം സേഫ്റ്റി മാനേജ്മെന്റിൽ ഉണ്ടായിട്ടുള്ള പരാജയമാണെന്ന് കോന്നി MLA കെ യു ജനീഷ് കുമാർ പറയുന്നു. പിന്നീട് ഈ യോഗത്തിലേക്ക് തന്നെ ക്ഷണിക്കാതിരുന്ന കാര്യത്തിലും വലിയ വിമർശനം തന്നെയാണ് അദ്ദേഹം ഉന്നയിച്ചത്. മുഖ്യമന്ത്രി പങ്കെടുത്ത യോഗങ്ങളിലേക്ക് സാധാരണക്കാർക്ക് കടന്നു ചെല്ലാൻ കഴിയുന്നില്ല. അവിടെ മണ്ഡലം പ്രസിഡന്റുമാർ മുതൽ കോൺഗ്രസിന്റെ ഭാരവാഹികൾ മാത്രമാണ് തിക്കിത്തിരക്ക് കൂട്ടുന്നത്. ജില്ലാ കളക്ടർക്കോ ജില്ലാ പോലീസ് മേധാവിക്കോ പോലും മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് ചെല്ലാൻ കഴിയുന്നില്ല. ഇന്നലെ നടന്ന ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിക്കുമ്പോഴാണെങ്കിലും മറ്റ് പരാതികളൊക്കെ സ്വീകരിക്കുമ്പോഴാണെങ്കിലും കോൺഗ്രസ് പ്രവർത്തകർ മാത്രമാണ് മുഖ്യമന്ത്രിയുടെ അടുത്തുള്ളത്. സാധാരണക്കാർക്ക് വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രിയുടെ ദുരിത മേഖലയിലെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഉള്ള രാഷ്ട്രീയ വിവാദം.